പാതിവില തട്ടിപ്പിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ പ്രതികളാകാനാണ് സാധ്യത. അതാരൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൂചനകൾ എന്തൊക്കെ? അർജുൻ മട്ടന്നൂർ ചേരുന്നു, റിപ്പോർട്ടർ ലൈവത്തോണിൽ. അർജുൻ മട്ടന്നൂർ, രാഷ്ട്രീയ നേതാക്കളുടെ അനന്തകൃഷ്ണനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫ്സ്, വിവിധ പരിപാടികളിലെ അവരുടെ സാന്നിധ്യം, അതൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവരൊക്കെ കേസുകളിലേക്ക് പ്രതികളായി ഉൾപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ് അർജുൻ? സുജയ, ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളുമായും അനന്തകൃഷ്ണന് അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു. ഇക്കാര്യം അനന്തകൃഷ്ണനും സമ്മതിച്ചതാണ്. മാത്രവുമല്ല, ഈ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റും പണവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സഹകരണ ബാങ്കിലെ അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ ഈ സ്റ്റാഫുകളുടെ അക്കൗണ്ടുകൾ വഴിയൊക്കെ തന്നെ പണവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവർ എന്ന കാര്യം പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പലരും ഇത്തരത്തിൽ കബളിക്കപ്പെട്ടവരുണ്ട്, അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവരുണ്ട്. ഈ പദ്ധതിയുമായി സഹകരിച്ചതിന്റെ പേരിൽ നിരവധി ആളുകൾ ഈ പദ്ധതിയിലേക്ക് എത്തിയ സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്തായാലും നിലവിൽ ലഭിച്ച മൊഴികൾ പ്രകാരം ഇടുക്കിയിലെ ഒരു കോൺഗ്രസ് നേതാവ് 40 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. CPIM നേതാവ് 25 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഈ നേതാക്കളുടെ ഒക്കെ തന്നെ സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കിലെ അക്കൗണ്ടുകൾ വഴിയും ഈ തുക എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും കാര്യമായി തന്നെ അനന്തകൃഷ്ണൻ പണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും പ്രതിയാകാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൽ പലർക്കും ഈ തട്ടിപ്പുമായി അടുത്ത ബന്ധമുണ്ട്. നേരത്തെ AN രാധാകൃഷ്ണന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലാലി വിൻസെന്റ് അടക്കമുള്ള നേതാക്കളുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിലേക്ക് അടക്കം പോലീസിന് അന്വേഷണം കൊണ്ടുപോകേണ്ടിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ CV വർഗീസ് അടക്കം ഇടുക്കിയിലെ മൂലമറ്റം ഏരിയ കമ്മിറ്റി ഇത്തരത്തിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പുതിയ പേരുകൾ, ഇത്തരത്തിൽ മുൻ ചീഫ് സെക്രട്ടറിയുടെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. നിരവധി നേതാക്കളുടെ പേരുകൾ, നിരവധി ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരിലേക്ക് അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് അനന്തകൃഷ്ണന്റെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തത്. 3 ജീവനക്കാരെയാണ് ഇന്ന് മൂവാറ്റുപുഴ പോലീസ് ചോദ്യം ചെയ്തത്. ആർക്കൊക്കെയാണ് പണം നൽകിയത്, ഈ തുക എവിടേക്കാണ് നിക്ഷേപിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ജീവനക്കാരിൽ നിന്നും പോലീസ് തേടുന്നത്. അതോടൊപ്പം തന്നെ അക്കൗണ്ടിനടക്കമുള്ള ആളുകളിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. നാളെ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി തീരുകയാണ്. അതിനുശേഷം മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലും അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂർ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുക. കൂടുതൽ പേർ ഉൾപ്പെടാനുള്ള സാധ്യതയാണ് നമ്മൾ വരും മണിക്കൂറുകളിൽ കാണുന്നത്.